നമസ്കാരം. വി മാത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സ് ആണ്. +1 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വി മാത്സ് എന്ന് പറയുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Now we are going to the first chapter of +1, chapter sets. സെറ്റ് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇതിനെക്കുറിച്ച് സെറ്റിനെ കുറിച്ച് പഠിക്കുന്നത്. ജർമ്മൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ജോർജ് കാൻഡറാണ് സെറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് സെറ്റ്? സെറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് സെറ്റ് മീൻ ചെയ്യുന്നത്? നമ്മളെല്ലാവരും ടെക്സ്റ്റൈൽസ് ഷോപ്പിലൊക്കെ പോകാറുണ്ട്. നിങ്ങൾ പോകാറുണ്ടാവും അല്ലേ? അങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഒരു സെക്ഷനിൽ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് നമ്മളൊരു ചുരിദാറിൻ്റെ സെക്ഷൻ, അതേപോലെ സാരിയുടെ ഒരു സെക്ഷന്, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ സ്പെഷ്യൽ സെക്ഷൻ. അപ്പോൾ നമ്മൾ പറയും ഇതിനെയാണ് നമ്മൾ സെറ്റ്, അതായത് ചുരിദാറിൻ്റെ സെറ്റ് എന്ന് പറയും അല്ലേ? ഒരു വിഭാഗം കംപ്ലീറ്റ് ചുരിദാറായിരിക്കും. അടുത്തത് നമ്മൾ പോകുന്ന സാരിയുടേതാണ്, സാരിയുടെ സെറ്റ് എന്ന് പറയും അല്ലേ? പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഷർട്ടിൻ്റെ വിഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഷർട്ടിൻ്റെ സെറ്റ് എന്ന് പറയും. ഇതാണ് നമ്മൾ സെറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാ പറയും. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇതാണ് സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിന്റെ ഡെഫിനിഷൻ, എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആർ കോൾഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ വെൽ ഡിഫൈൻഡ്? അതാണ് ഇനി നമുക്ക് കിട്ടേണ്ടത് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ മാത്തമാറ്റിക്കലി തന്നെ പറയുകയാണെങ്കിൽ ദ സെറ്റ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് വവ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവ്വൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? എ, ഇ, ഐ, ഒ, യു അല്ലേ? എ, ഇ, ഐ, ഒ, യു. ഇത് വെൽ ഡിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ ദ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4. ഇത് വെൽ ഡിഫൈൻഡ് ആണ്. ഈ നമ്പേഴ്സ് വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ആരോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും വിച്ച് ആർ ദ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൻസറിനായിരിക്കും പറയാം. വേറെ എന്തെങ്കിലും പറയുമോ? ഇല്ല. 1, 2, 3, 4 എന്ന് പറയുന്നത് ഇതന്നെ പറയുള്ളൂ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവ്വൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എപ്പോഴും നമുക്ക് ഒരേ ആൻസർ മാത്രമേ കിട്ടുള്ളൂ. ശരിയല്ലേ? ഇതിനെ നമ്മൾ വെൽ ഡിഫൈൻഡ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് അല്ലാത്തത് ഏതാണ്? വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലാവർക്കും ഒരേ ആൻസർ തന്നെ കിട്ടുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ വെൽ ഡിഫൈൻഡ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? വളരെ സിമ്പിളായിട്ട് പറയാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ ക്ലാസ്സിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ടീച്ചർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്? അപ്പോൾ ആദ്യത്തെ ആൾ പറയും എനിക്ക് മാത്സ് ആണ് ഇഷ്ടപ്പെട്ടത്. അടുത്ത ആൾ പറയുന്നത് എനിക്ക് ഇംഗ്ലീഷാണ് ഏറ്റവും ഇഷ്ടം. അടുത്ത ആൾ പറയുന്നത് ഫിസിക്സ് ആണെന്ന്. വേറൊരാൾ പറയുന്നത് കെമിസ്ട്രി ആണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ആൻസർ ആയിരിക്കും അല്ലേ? എല്ലാവരും കറക്റ്റായിട്ട് ഒരേ ആൻസർ ആണോ പറയുക? ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും എനിക്ക് മാത്സ് ആണ് ഇഷ്ടം എന്ന് പറയുമോ? ഇല്ല. അത് അത്തരം ആൻസേഴ്സിനെയാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് അല്ലാത്തതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടണം. അതായത് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ആൻസറേ പറയുള്ളൂ. അപ്പോൾ വെൽ ഡിഫൈൻഡ് അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു ആൻസർ പറയില്ല. പലർക്കും പല ആൻസർ, പക്ഷെ അതൊക്കെ ശരിയാണ്. അപ്പോൾ ആദ്യത്തെ കുട്ടീനോട് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇംഗ്ലീഷാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അടുത്ത കുട്ടി പറയുന്നത് മാത്സ് ആണ് അല്ലേ? ആൻസർ ശരിയാണ്, പക്ഷെ അത് വെൽ ഡിഫൈൻഡ് അല്ല. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടി പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ബിരിയാണിയാണ് പോകുന്നത്. അടുത്ത ആൾ പറയണേ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയണേ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പിസ്സയാണെന്ന് പറഞ്ഞു. അടുത്ത ആളോട് ചോദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സദ്യയാണെന്ന് പറഞ്ഞു. അത് ഡിഫറെൻ്റ് ഐറ്റംസ് ആണ് അല്ലേ? ഇതാണ് വെൽ ഡിഫൈൻഡ് അല്ലാത്തത്. അത് വെൽ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. പക്ഷെ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏതൊരാളോടും കറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരേ ആൻസറേ പറയുള്ളൂ. അതാണ് അതർ ഒബ്ജക്ട്സിനാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. സോ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ്. സെറ്റിനെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം, നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ബ്രാക്കറ്റിനെയാണ് നമ്മൾ സെറ്റിനെ അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വവ്വൽസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വവ്വൽസ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവ്വൽസിനെ നമ്മൾ സെറ്റിൽ എഴുതുന്ന സമയത്ത് സെറ്റ് ഓഫ് എ ഇ ഐ ഒ യു ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ സെറ്റിന് എഴുതുന്നത്. ഇത് എന്താ വായിക്കുക, സെറ്റ് ഓഫ് എ ഇ ഐ ഒ യു. ഓക്കെ, ഇത് നമ്മൾ സെറ്റിനെ സിമ്പിൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ സെറ്റിനകത്ത് എഴുതുന്ന ഇതിനെ ഈ എ ഇ ഐ ഒ യു എന്ന് പറയുന്നത് നമ്മൾ സെറ്റിലെ എലമെന്റ്സ് എന്നാണ് പറയുക. സെറ്റിനകത്തുള്ള എലമെന്റ്സ് ആണ് ഈ സെറ്റിനകത്ത് വരുന്ന ഈ ഒബ്ജക്ട്സിനെ നമ്മൾ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ നോർമലി ഡിനോട്ട് ചെയ്യുന്നത് എലമെന്റ്സ് എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് സെറ്റിന് പേര് കൊടുക്കാം. ഇപ്പൊ ഞാനിപ്പോ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ, അതായത് ബ്രേസസ് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ബ്രേസസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. അപ്പൊ നമ്മൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമാണ് നമ്മൾ ഒരു സെറ്റിന് പേര് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ബി സി എക്സെട്ര അല്ലെ എക്സ് വൈ സെഡ് ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നോർമലി നമ്മൾ ഒരു സെറ്റിന് പേര് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സെറ്റിനകത്ത് വരുന്ന ഇത് നമ്മൾ എലമെന്റ്സ് എന്ന് പറഞ്ഞു. ഈ എലമെന്റ്സ് നോർമലി സ്മോൾ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുക. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ സ്മോൾ ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റിലെ എലമെന്റ്സ് ആയിട്ട്. അപ്പൊ സെറ്റ് എന്താണെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അതിനെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ സെറ്റിന് പേര് കൊടുക്കുന്നത്, സെറ്റിലെ എലമെന്റ്സ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ പറയുന്നത് ഒരു സെറ്റിന്റെ റെപ്രസെന്റേഷനാണ്. സെറ്റിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? നമുക്ക് സെറ്റിനെ രണ്ട് രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ഈസ് റോസ്റ്റർ മെത്തേഡ്, റോസ്റ്റർ ഓർ ടാബുലാർ മെത്തേഡ്. ഓക്കെ, ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റോസ്റ്റർ ഓർ ടാബുലാർ മെത്തേഡ് ആണ്. അടുത്ത സെക്കൻഡ് വൺ, രണ്ട് രൂപത്തിൽ നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഓർ ടാബുലാർ മെത്തേഡ് ആണ്. അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ എ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 എക്സെട്ര. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് 1 2 3 എന്ന് പറഞ്ഞ എക്സെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 എക്സെട്ര ഈ ഫോമിലാണ് നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡ് എന്ന് പറയുന്നത്. റോസ്റ്റർ ഫോം ഓർ ടാബുലാർ മെത്തേഡ്. ഇപ്പോൾ വവ്വൽസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതി. ഇനിയിപ്പോൾ ബി ഈസ് ഈക്വൽ ടു, വവ്വൽസ് ആണെങ്കിൽ നമ്മൾ അതിന് ബി എന്നാണ് പേര് കൊടുക്കുന്നതെങ്കിൽ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ ഇ ഐ ഒ യു. ഇതാണ് നമ്മുടെ റോസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അനദർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 0 1 2 3 4 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം. നോക്കിക്കഴിഞ്ഞാൽ ഓൾ നമ്പേഴ്സിലെ ലെസ് ദാൻ 6 ആണ് വരുന്നത്. നമ്പേഴ്സ് ലെസ് ദാൻ 6 അല്ലേ? ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 2 3 4 എക്സെട്ര നമുക്കറിയാവുന്നതാണ്. ഇവിടെ വരുന്നത് 5 വരെയാണ്. അപ്പോൾ ഇത് എന്തിന്റെ സെറ്റാണ്? നമ്മൾ ഹോൾ നമ്പേഴ്സിലെ ലെസ് ദാൻ 6 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് പറയും? എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ്
0 1 2 3 4 5 കണ്ടല്ലോ. ഈ മെത്തേഡിൽ ഈ രൂപത്തിൽ എഴുതുന്നതിനാണ് നമ്മൾ റോസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതാണ് നമ്മുടെ ഈ സെറ്റിന്റെ പേര് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെറ്റിന്റെ പേര് എ ആണ്, സെക്കൻഡ് ബി, ഇവിടെ എക്സ്. ഇനി അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നുണ്ട് 1 2 3 ആണ്. ഈ രണ്ടാമത്തെ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എ ഇ ഐ ഒ യു, അതായത് വൊവൽസ് ആണ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സിലെ വൊവൽസ്. തേർഡ് സെറ്റിൽ വരുന്നത് 0 1 2 3 4 5, അതായത് ലെസ് ദാൻ 6ലുള്ള ഓൾ നമ്പേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലർ മെത്തേഡിൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി സെറ്റ് ബിൽഡർ ഫോം ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസ് ആയിട്ടാണ് നമ്മൾ ഇതിൽ എഴുതി വെക്കുന്നത്. ഒരു സെറ്റിനെ നമ്മൾ ഒരു സെന്റൻസ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെയാണ് ഇത് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ റോസ്റ്റർ മെത്തേഡിൽ എഴുതിയിട്ടുള്ള ഈ സെറ്റിനെ നമ്മൾ ബിൽഡർ ഫോമിലേക്ക് ആണെങ്കിൽ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാൻ നോക്കുക. എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഉണ്ടോ? സെറ്റ് ബിൽഡർ ഫോമിൽ വന്നപ്പോൾ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ. ഇതിൽ മീനിങ് നമുക്ക് നോക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്, വേറെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെ വരാം? നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതായത് 1 2 3 എക്സെട്ര. അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 എക്സെട്ര. ഇത് റോസ്റ്റർ മെത്തേഡ്. അതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റിയപ്പോൾ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്. ഇതിങ്ങനെ കോളൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം സച്ച് ദാറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. നമ്മളൊരു സെന്റൻസ് രൂപത്തിലാണ് ഇതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഈ രൂപത്തിൽ എഴുതുന്നതിനാണ് നമ്മൾ എന്താ പറയുക? സെറ്റ് ബിൽഡർ ഫോം, സെക്കൻഡ് മെത്തേഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി എന്ന് പറയുന്ന സെക്കൻഡ് ഈ റോസ്റ്റർ മെത്തേഡിൽ എഴുതിയിരിക്കുന്ന ഇതിനെ നമുക്ക് എങ്ങനെയാണ് ബിൽഡർ ഫോമിലേക്ക് എഴുതാൻ ശ്രദ്ധിക്കാം. ഇതിന് നമ്മൾ വി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ vowel in English alphabet. കണ്ടോ? v is equal to set of x such that x is a vowel in English alphabet. അതായത് x എന്ന് പറഞ്ഞാൽ v എന്ന് പറഞ്ഞാൽ എന്തിന്റെ സെറ്റാണ്? x ന്റെ സെറ്റാണ്. എന്താണ് x? x എന്ന് പറഞ്ഞാൽ x is a vowel in English alphabet. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ വരുന്ന വവൽസ് ആണ് x എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ്. നമ്മൾ ഈ v is equal to set of a i o u എന്ന് പറയുന്ന റോസ്റ്റർ മെത്തേഡിൽ എഴുതിയിരിക്കുന്ന സെറ്റിനെ നമ്മൾ ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ വരും. അടുത്ത അനദർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇവിടെ റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട് ഒരു സെറ്റ് n is equal to set of 1 2 3 4. കണ്ടില്ലേ? ഇതിനെ നമുക്ക് ബിൽഡർ ഫോമിലേക്ക് മാറ്റി എഴുതണം. ഇങ്ങനെ നോക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ n ആണ് തന്നിരിക്കുന്നത് അല്ലേ? n എന്നാണ് ഈ സെറ്റിന്റെ പേര് തന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. പിന്നെയോ ലെസ് ദാൻ 5 ആണ് വരുന്നത്. 5നേക്കാൾ ചെറിയ നമ്പേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? നമ്മൾ ബിൽഡർ ഫോമിലേക്കാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, ഇതിന്റെ പേര് n തന്നെയാണ്. n is equal to set of ഇവിടെ നമുക്ക് n is equal to set of x such that n is equal to set of x എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എഴുതേണ്ടത്? x such that x is a number less than 5. yes, less than 5. നോക്കുക, ഇത് എഴുതി ശരിയായിട്ടുണ്ടോന്ന്. ബിൽഡർ ഫോമിലാണ്. n is equal to ഇതിന്റെ പേര് n തന്നെയാണ്. n is equal to set of x എന്ന് പറഞ്ഞാൽ എന്താണ്? such that
x is a number less than 5. Number less than 5. 5-നേക്കാൾ ചെറിയ നമ്പേഴ്സ് ആണ്. ശരിയല്ലേ? 5-നേക്കാൾ ചെറിയ നമ്പർ അല്ലേ? ആണ്. പക്ഷേ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? x is a number less than 5 എന്നാണ് പറഞ്ഞത്. 5-നേക്കാൾ ചെറിയ നമ്പർ. ഇവിടെ 5-നേക്കാൾ ചെറിയ നമ്പർ 1 2 3 4 5-നേക്കാൾ ചെറുതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു -1 എടുത്തു എന്ന് കരുതാം. -1 5-നേക്കാൾ ചെറുതല്ലേ? പക്ഷെ ഇതിനകത്ത് -1 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ മാറ്റി എഴുതണം? x is a number എന്ന് എഴുതിയാൽ പോരാ. പകരം എന്ത് നമ്പേഴ്സ് ആണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ്. x is a natural number less than 5. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 എക്സെട്ര അല്ലേ? അപ്പോൾ ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 1 2 3 4 ഇത്രയല്ലേ വരുന്നുള്ളൂ. അതന്നെ ഈ സെറ്റിൽ വരുന്ന എലമെന്റ്സ്. സോ ഇതിന്റെ ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ n is equal to set of x. ഇതെങ്ങനെ വായിക്കുക, റീഡ് ചെയ്യുന്നതോട് ശ്രദ്ധിച്ചോളൂ. n is equal to set of x such that x is a natural number less than 5. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ ബിൽഡർ ഫോമിൽ എഴുതുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ നാച്ചുറൽ നമ്പർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ഈ നാച്ചുറൽ എന്ന് പറയുന്ന ഈ വേർഡ് ഇവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇത് മിസ്റ്റേക്ക് ആയി പോയനെ അല്ലേ? അപ്പോൾ നമുക്ക് നമ്പേഴ്സിനെ കുറിച്ച് അറിയണം. നാച്ചുറൽ നമ്പർ എന്താണ്, അതേപോലെ തന്നെ ഇൻഡിജേഴ്സ് എന്താണ്, റിയൽ നമ്പേഴ്സ് എന്താണ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് ആ നമ്പേഴ്സിനെ കുറിച്ചൊന്ന് പറയാം. അതിനുശേഷം അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ -2 -3 0 1 2 2/3 അതേപോലെ π √2 ഇങ്ങനെ എല്ലാ നമ്പേഴ്സും. നമ്പർ ലൈൻ നമുക്ക് അറിയായിരിക്കും. നമ്പർ ലൈൻ അറിയാം അല്ലേ? അതിൽ ഇവിടെ 0 വരുന്നുണ്ട്, 1 2 3 -1 -2 -3 അതുപോലെ തന്നെ √2 π ഇങ്ങനെ ഒക്കെ വരുന്ന നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സും കൂടെ ഉൾപ്പെട്ടത്. അതേപോലെ തന്നെ ഈ π √2 √3 √5 1/2 നെഗറ്റീവ് നമ്പേഴ്സ്, ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട നമ്പർ ലൈനാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിയൽ നമ്പേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഇറാഷണൽ നമ്പേഴ്സ് എന്നും റാഷണൽ നമ്പേഴ്സ് എന്നും. ഏതൊക്കെയാണ്? റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ്, പിന്നെയോ ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ സെറ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് ലെറ്റർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നമ്മൾ അല്ലേ? സെറ്റിന് പേര് കൊടുക്കുന്ന സമയത്ത് ലെറ്ററേ യൂസ് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് n കൊടുത്തു. അതുപോലെ റിയൽ നമ്പേഴ്സിന് നമ്മൾ r എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. റിയൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് q എന്നാണ്. റാഷണൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാം q. പിന്നെ വരുന്നത്, അപ്പോൾ ഈ റിയൽ നമ്പേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഈ റാഷണൽ നമ്പറിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രാക്ഷൻ. റാഷണൽ നമ്പേഴ്സിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രാക്ഷൻ എന്നും അതുപോലെ ഇൻഡിജേഴ്സ് എന്നും. ഫ്രാക്ഷൻ എന്നും ഇൻഡിജേഴ്സ് എന്നും. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? p/q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ്. p/q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ്? നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം കൂടെ ഉൾപ്പെട്ട നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയാ? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിജേഴ്സിന് നമ്മൾ z എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇൻഡിജേഴ്സിന് z എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിനെ q എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഫ്രാക്ഷൻ, അതിനെ റാഷണൽ നമ്പറിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രാക്ഷൻ എന്നും പിന്നെയോ ഇൻഡിജേഴ്സ് എന്നും. പിന്നെ ഈ ഇൻഡിജേഴ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻഡിജേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ് വരുന്നത്? നെഗറ്റീവ് നമ്പേഴ്സും ഓൾ നമ്പേഴ്സും. നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് ഓൾ നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് ഓൾ നമ്പേഴ്സ്.
ഓൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഉൾപ്പെടെയുള്ള നമ്പേഴ്സ് 0, 1, 2, 3 എക്സെട്ര. ഇതാണെന്ന് പറയുന്നത് ഓൾ നമ്പേഴ്സ്. ഓൾ നമ്പേഴ്സിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് W എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓൾ നമ്പേഴ്സിനെ W എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ ഈ ഓൾ നമ്പേഴ്സിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ നമ്പേഴ്സിനെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? 0 എന്നും നാച്ചുറൽ നമ്പേഴ്സ്. 0 എന്നും നാച്ചുറൽ നമ്പേഴ്സ് എന്നും ഡിനോട്ട് ചെയ്യും. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് N എന്നാണ് ഡിനോട്ട് ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതായത് എല്ലാ നമ്പർ ലൈനെ ടോട്ടലി നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയും. ആ റിയൽ നമ്പേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റാഷണൽ നമ്പേഴ്സ് എന്നും ഇറാഷണൽ നമ്പേഴ്സ് എന്നും. ഈ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ Q എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, റിയൽ നമ്പേഴ്സിനെ R എന്നും. റാഷണൽ നമ്പേഴ്സിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫ്രാക്ഷൻ എന്നും ഇൻഡിജേഴ്സ് എന്നും. ഇൻഡിജേഴ്സിന് നമ്മൾ Z എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇത് ശ്രദ്ധിക്കണം. ഇൻഡിജേഴ്സ് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സെറ്റിനകത്തും ഇനി നമുക്കിപ്പോൾ പഠിക്കാനുള്ളതിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻഡിജേഴ്സ്. അപ്പോൾ ഇൻഡിജേഴ്സ് ശ്രദ്ധിക്കാം. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കറിയാം. ഏതൊക്കെയാണ് വരുന്നത്? നെഗറ്റീവ് നമ്പേഴ്സ്, 0, പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ കൂടിയതാണ് ഇൻഡിജേഴ്സ്. ആ ഇൻഡിജേഴ്സിനെ പിന്നെ രണ്ടായിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? നെഗറ്റീവ് നമ്പേഴ്സ് എന്നും ഓൾ നമ്പേഴ്സ് എന്നും. നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ലൈനിൽ 0യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സ്, -1, -2, -3 എക്സെട്ര. ഓൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 0, 1, 2, 3 എക്സെട്ര. യെസ്. പിന്നെ ആ ഓൾ നമ്പേഴ്സിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 0 എന്നും നാച്ചുറൽ നമ്പേഴ്സ് എന്നും. 0 നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3 എക്സെട്ര. അതിന് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്നും പറയുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിനെ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിജേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഡിജേഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇനി ഇവിടെ അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലൊക്കെ വരുന്നുണ്ട് ഇൻഡിജേഴ്സ്. ഓക്കെ, യെസ്. ഇതിന് ഇനി ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വെൻ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ പിന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. റിയൽ നമ്പേഴ്സിൽ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ റിയൽ നമ്പേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഏറ്റവും താഴെ എന്ത് വരുന്നുണ്ട്? നാച്ചുറൽ നമ്പേഴ്സ്. നമ്മളിവിടെ ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സെറ്റ് ഇവിടെ 1, 2, 3 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ? ഇത് നാച്ചുറൽ നമ്പേഴ്സ്. ഈ നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ആരും കൂടെ ചേർന്നാലാണ് ഓൾ നമ്പേഴ്സ് ആവുന്നത്? 0യും കൂടെ വന്നു കഴിഞ്ഞാൽ ഓൾ നമ്പർ ആവും. അപ്പോൾ ഞാനതിലേക്ക് 0യും കൂടെ ചേർക്കും. കണ്ടോ? 1, 2, 3 + 0 ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ എന്തായി? ഓൾ നമ്പറായി. ഓൾ നമ്പർ. ഈ ഓൾ നമ്പറിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായി? ഓൾ നമ്പേഴ്സിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വന്നു. അതായത് നെഗറ്റീവ് നമ്പേഴ്സ് 0 പിന്നെയോ നാച്ചുറൽ നമ്പേഴ്സ് ഇത് മൂന്നും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായി? ഇൻഡിജേഴ്സ് എന്ന് പറയും. ഇൻഡിജേഴ്സ്. ഈ ഇൻഡിജേഴ്സിലേക്ക് ആരും കൂടെ വരണം? ഫ്രാക്ഷൻ കൂടെ വരണം. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് P/Q ഫോമിൽ എഴുതുന്നതാണെന്ന് അറിയാം. 1/2 അല്ലെങ്കിൽ 3/5 അല്ലെങ്കിൽ 7/9 ഇങ്ങനെ ഫ്രാക്ഷനും കൂടെ ഉൾപ്പെട്ട് കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം. നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര. അതിലേക്ക് 0യും കൂടെ വന്നു കഴിഞ്ഞാൽ ഓൾ നമ്പറായി. ആ ഓൾ നമ്പറിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായി? ഇൻഡിജേഴ്സ് ആയി. ഇൻഡിജേഴ്സിലേക്ക് ഫ്രാക്ഷനും കൂടെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതെന്തായി? റാഷണൽ നമ്പേഴ്സ് ആയി. റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഈ റാഷണൽ നമ്പേഴ്സിലേക്ക് ഇറാഷണൽ നമ്പേഴ്സ് കൂടെ വരണം. അതേതൊക്കെയാണ്? നമ്മുടെ π, അതേപോലെ √2, ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി? റിയൽ നമ്പേഴ്സ് ആയി. റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഓരോന്നും പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര. അതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0യും കൂടെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി? ഓൾ നമ്പേഴ്സ് ആയി.
ഓൾ നമ്പേഴ്സിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വന്നു കഴിഞ്ഞാൽ -1, -2, -3 എക്സെട്ര ഈ നമ്പേഴ്സും കൂടെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതെന്തായി? ഇൻഡിജേഴ്സ് ആയി. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ്, 0 പോസിറ്റീവ് നമ്പേഴ്സ് ഇതും കൂടെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഡിജേഴ്സ് ആയി. ഈ ഇൻഡിജേഴ്സിലേക്ക് ഫ്രാക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ, അതായത് p/q ഫോമിൽ വരുന്ന നമ്പേഴ്സ് 1/2, 3/5, 2/3 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതെന്തായി? റാഷണൽ നമ്പേഴ്സ് ആയി. ഈ റാഷണൽ നമ്പേഴ്സിലേക്ക് ഇററാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പൈ, √2, ഈ എക്സെട്ര ഇത്തരം നമ്പേഴ്സ് ഇററാഷണൽ നമ്പേഴ്സ് കൂടെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആയി. ഇതാണ് കറക്റ്റ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ വെൻ ഡയഗ്രം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സും നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളൊരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. റൈറ്റ് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഫോമിംഗ് ദ വേർഡ് സ്കൂൾ. Write the set of letters forming the word school. സ്കൂൾ എന്ന് പറയുന്ന ഈ വേർഡിലെ ഫോം വെച്ച് അല്ലെങ്കിൽ വേർഡിലെ ലെറ്റേഴ്സ് വെച്ചിട്ട് ഒരു സെറ്റ് ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെറ്റ് എങ്ങനെയാണ് എഴുതാം? അതായത് സ്കൂൾ എന്ന് പറയുന്ന ഈ വേർഡിൽ വരുന്ന ലെറ്റേഴ്സ് നമുക്കറിയാം SCHOOL. ഇതിനെ എങ്ങനെയാണ് നമ്മൾ സെറ്റായിട്ട് എഴുതാം? അതായത് സെറ്റ് ഓഫ് ഇതിലുള്ള ലെറ്റേഴ്സിന്റെ സെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലുള്ള ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് വരുന്നു? എസ് എഴുതി, എസ് കോമ, നെക്സ്റ്റ് സി, എച്ച്, അടുത്ത ഏതാ വരുന്നത്? ഓ, വീണ്ടും എന്ത് വരുന്നുണ്ട്? ഓ. അപ്പൊ ഈ ഓ നമ്മൾ എഴുതാൻ പാടില്ല. അതായത് ഒരു സെറ്റിനകത്ത് റിപ്പീറ്റ് ചെയ്തിട്ട് ലെറ്റേഴ്സോ നമ്പേഴ്സോ വരാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? സെറ്റിന്റെ ഒരു പ്രത്യേകതയാണ് സെറ്റിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതായത് ഇവിടെ സ്കൂളിനകത്ത് 2 ഓ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ എഴുതേണ്ട സെറ്റിനകത്ത് ഒരു ഓ മാത്രമേ ഡിനോട്ട് ചെയ്യാവൂ. അപ്പോൾ SCHOL ഇങ്ങനെയാണ് ഈ സ്കൂൾ എന്ന് പറയുന്ന ഈ വേർഡിന്റെ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള സെറ്റ് എഴുതുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് എന്താണ്? സെറ്റിന്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എലമെന്റ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല സെറ്റിനകത്ത്. ഇനിയിപ്പോൾ ഇതേ നിങ്ങൾക്ക് വേറെ ചിലപ്പോൾ ഒരു സംശയം കൂടെ വരാൻ പറ്റും, ഇത് ഡിസോർഡർ ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ? ഇപ്പോൾ സ്കൂളിൽ ആദ്യം വരുന്ന എസ് ആണ്, പിന്നെ സി വരുന്നു, എച്ച് വരുന്നു, ഓ വരുന്നു, ലാസ്റ്റ് ആണ് എൽ വരുന്നത്. നമുക്കിതിനെ നേരെ ഡിസോർഡർ ആക്കിയിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ലാസ്റ്റിൽ നിന്ന് ആദ്യത്തേക്ക് എഴുതാൻ പറ്റുമോ, ഫസ്റ്റിലേക്ക് എഴുതാൻ പറ്റും? അതായത് എൽ, ഒ, എച്ച്, സി, എസ് ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അത് എലമെന്റ്സ് നമുക്ക് ഡിസോർഡർ ആയിട്ടൊക്കെ എഴുതാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതായത് ഫസ്റ്റത്തെ ലെറ്റർ ഫസ്റ്റ് തന്നെ എഴുതണമെന്നില്ല. നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ എച്ച്, സി, എൽ, ഒ, എസ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പോൾ 2 പ്രത്യേകതയും കൂടെ ഉണ്ട്. സെറ്റ് എഴുതുന്ന സമയത്ത് എലമെന്റ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അതാണ് ഒരു പ്രത്യേകത. പിന്നെ അതേപോലെ നമുക്ക് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? എന്താണ്? ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് എഴുതാൻ പറ്റും. ഒരേ ഓർഡറിൽ തന്നെ എഴുതി പോകണമെന്നില്ല, നമുക്ക് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സ്കൂൾ എന്ന് പറയുന്ന ലെറ്ററിന്റെ സ്കൂൾ എന്ന് പറയുന്ന വേർഡിന്റെ ലെറ്റർ വെച്ചിട്ടുള്ള സെറ്റ് എങ്ങനെ വരും? സെറ്റ് ഓഫ് SCHOL, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് HCLOS. ഓക്കെ, ഇതേപോലെ ഞാൻ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നു. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ, ട്രാവൽ എന്ന് പറയുന്ന ഈ വേർഡിന്റെ സെറ്റ് എഴുതണം, ലെറ്റേഴ്സിന്റെ സെറ്റ് എഴുതണം. എങ്ങനെ എഴുതാൻ പറ്റുക? സെറ്റ് ഓഫ് T, R, A, B, E, L. ഇത് നമ്മൾ എല്ലാ ലെറ്ററും ഇതിനകത്ത് വന്നു. കാരണം എന്താണ്? ഒരു ലെറ്റർ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? പിന്നെ അതുപോലെ തന്നെ ഈ എലമെന്റ്സ് ഒക്കെ ഞാൻ എഴുതിയപ്പോൾ ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഓരോ എലമെന്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? കോമ യൂസ് ചെയ്യണം. ഓരോ എലമെന്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ യൂസ് ചെയ്യണം. ഇപ്പോൾ ട്രാവൽ എന്ന് പറയുന്ന ഈ വേർഡിലെ ലെറ്റേഴ്സിന്റെ സെറ്റ് എങ്ങനെ വരും? സെറ്റ് ഓഫ് TRAVEL. ഇതാണ് ഇതിനകത്തുള്ള എലമെന്റ്സ് വരുന്നത്. ഇതിലൊറ്റ ലെറ്ററും തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാ ലെറ്ററും വന്നു. ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ വരിക? ആ ഒരു ലെറ്ററിനെ ഒരു തവണ നമ്മുടെ സെറ്റിനകത്ത് എഴുതാവും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് മനസ്സിലായിട്ടുണ്ടാവും. അത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ
x square plus x minus 2 is equal to 0 in roster form. Okay, write the solution set of the equation x square plus x minus 2 is equal to 0 in roster form. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനെ നമുക്ക് സെറ്റായിട്ട് എഴുതണം. റോസ്റ്റർ ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 is equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നേരത്തെ സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2 വരണം. പിന്നെയോ അതായത് ഇവിടെ വരുന്ന നമ്പർ. പിന്നെയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 1 വരണം, +1 വരണം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2 വരണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരണം. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം -2 ആണ് വന്നിരിക്കുന്നത്. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരണം. അത് ഏതൊക്കെയാണ് നമ്പേഴ്സ്? നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതാ നമ്പർ വരേണ്ടത്? 1ഉം 2ഉം തന്നെ വരണം. 1 2 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? അപ്പോൾ 1 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വന്നു. പിന്നെ ഈ രണ്ട് നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? +1 വരണം. പക്ഷെ 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ സൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മൾ 1ഉം 2 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ -1ഉം 2 എടുത്തു വെക്കാം. -1 2. അപ്പോൾ -1 × 2 എന്ന് പറഞ്ഞാൽ എന്തായി? -1 × 2 = -2 വന്നു. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. -1 + 2 എന്താ വരിക? 2 - 1 1 ആണ് വരിക. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ ഏതൊക്കെയാണ്? -2 അതേപോലെ തന്നെ 1ഉം നമ്പർ. സോ ഇവിടെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? -1ഉം 2ഉം. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? x - 1 × x + 2 = 0 അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈ രൂപത്തിൽ മാറ്റാൻ പറ്റും. അതായത് x - 1 ഇതിനെ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലെ ഇക്വേഷൻ തന്നെ കിട്ടും. അറിയില്ലേ? x × x x സ്ക്വയർ, x × 2 2x ആണ്. -1 × x എന്ന് പറഞ്ഞാൽ -x. അപ്പോൾ 2x - x എന്ന് പറഞ്ഞാൽ +x ആയി. -1 × 2 -2 -1 × 2 എന്ന് പറഞ്ഞാൽ -2. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x - 1 × x + 2 = 0 വന്നു. സോ നമുക്ക് ഇങ്ങനെ എഴുതാം x - 1 = 0 and x + 2 = 0 അല്ലേ? x + 1 = 0 or x - 1 = 0. സോ എങ്ങനെ എഴുതാം? x - 1 = 0 എന്ന് പറഞ്ഞാൽ x = 0 + 1. ഈ -1 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ +1 ആയി. ദാറ്റ് ഈസ് x = എന്താ വരും? ഇവിടെ 1 വന്നു. ഇവിടെയാണെങ്കിലോ x + 2 = 0 അല്ലേ തന്നിരിക്കുന്നത്. സോ x = ഈ +2 അങ്ങ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈക്വൽ അപ്പുറത്ത് പോകുമ്പോൾ -2 വന്നു. അപ്പോൾ x = -2. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടി 1ഉം -2 ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതാം? സെറ്റ് ഓഫ് 1, -2. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² + x - 2 = 0 എന്ന ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ സെറ്റായിട്ട് എഴുതി. എങ്ങനെ എഴുതിയത്? സെറ്റ് ഓഫ് 1 - 2 എഴുതിയ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യമാണ് അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സെറ്റ് ഓഫ് all x such that x is a positive integer and x² < 40 in roster form. ഓക്കെ. അതായത് ഈ തന്നിരിക്കുന്ന ഇതെന്താണ്? ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. നമുക്കിതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതാണ് വേണ്ടത് അല്ലേ? ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ x is a positive integer and x² < 40. എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ്? 1 2 3 4 എക്സെട്ര അല്ലേ? ഇതാണ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ആൻഡ് x² < 30 അതിൻ്റെ സ്ക്വയർ എന്താവണം? 40 < 40 ആയിരിക്കണം. അതായത് സ്ക്വയർ നമ്പേഴ്സ് എന്താണ് വരിക? 40യേക്കാൾ താഴെ വരുന്ന സ്ക്വയർ നമ്പർ. അപ്പോൾ 40യേക്കാൾ താഴെ വരുന്ന സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് വരുന്നത്? 36 ആണ് അല്ലേ? 40 ഒരു സ്ക്വയർ നമ്പർ അല്ല. 39ഓ 38ഓ 37ഓ സ്ക്വയർ നമ്പർ അല്ല. ഒക്കെ നമുക്കറിയാം
36 ആണ് സ്ക്വയർ നമ്പർ. അപ്പോൾ ഈ സ്ക്വയർ നമ്പറിനേക്കാൾ ചെറുത്, അതിന്റെ താഴേക്ക് വരുന്ന സ്ക്വയർ നമ്പേഴ്സ് ആണ് അല്ലെ. 40യേക്കാൾ താഴെ വരുന്ന സ്ക്വയർ നമ്പറും പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിജേഴ്സും ആണ്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അല്ലേ. അപ്പോൾ 2 എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഡിജർ ആണ്, അതിന്റെ സ്ക്വയർ 4 വരുന്നത്. പിന്നെ 3 സ്ക്വയർ എന്താ വരിക? 9. 4 സ്ക്വയർ is equal to 16. 5 സ്ക്വയർ is equal to 25. 6 സ്ക്വയർ is equal to 36. ഇത്രയാണ് വരുന്നത്. അപ്പോൾ x is a പോസിറ്റീവ് ഇൻഡിജർ, പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിജേഴ്സ്, അതിന്റെ സ്ക്വയേഴ്സ് എന്തായിരിക്കണം? ലെസ് ദാൻ 40 ആയിരിക്കണം. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ റോസ്റ്റർ ഫോം എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് 1 2 3 4 5 6. ഓക്കെ, യെസ്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിരിക്കും ഇതൊക്കെ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഇവിടെയുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 എന്നാണ് പറഞ്ഞത്. ഇതിന്റെയൊക്കെ സ്ക്വയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 40യേക്കാൾ ചെറുതാണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ഈ ബിൽഡർ ഫോമിന്റെ റോസ്റ്റർ ഫോം ആണത്. സെറ്റ് ഓഫ് 1 2 3 4 5 6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3. റൈറ്റ് ദ സെറ്റ് ഓഫ് A is equal to set of 1 4 9 16 25 etc. in set builder form. തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമിലാണ്. നമുക്ക് എന്തിലേക്ക് എഴുതേണ്ടത്? സെറ്റ് ബിൽഡർ ഫോമിലേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം നോക്കാം. A is equal to, ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് എങ്ങനെ വരിക? A is equal to set of 1 4 9 16 25 etc. അല്ലേ? ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ്? ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നമ്പേഴ്സ് ആണ്? നാച്ചുറൽ നമ്പേഴ്സിലാണ് അല്ലേ. 1 4 9 16 25 etc. എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സിലാണ് വരുന്നത്. പക്ഷെ അതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്? സ്ക്വയർ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ പറ്റുക? ബിൽഡർ ഫോമിലേക്ക് എഴുതാൻ പറ്റുക? A is equal to set of all x such that x is the square of natural number. Got it? ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. A is equal to set of all x such that x is the square of natural numbers അല്ലേ. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 1 4 9 etc. ഇപ്പോൾ നമ്മളിതിൽ സെൻസ് ആക്കിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് സിമ്പിൾ യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതിൽ നമ്മളൊരു പുതിയൊരു സിമ്പിളിനെ പരിചയപ്പെടുകയാണ്. ഒരു ഗ്രീക്ക് സിമ്പിളാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ. ഇത് എപ്സിലോൺ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. എപ്സിലോൺ എന്നാണ്. ഇത് മീൻ ചെയ്യുന്നത് ബിലോങ്സ് ടു എന്നാണ്. ബിലോങ്സ് ടു. ഓക്കെ, അപ്പൊ ഇത് എപ്സിലോൺ എന്നാണ്, ബിലോങ്സ് ടു. അപ്പൊ ഡസ് നോട്ട് ബിലോങ്സ് ടു എന്നെങ്ങനെ എഴുതുക? നമ്മൾ ഇങ്ങനെ എപ്സിലോൺ എഴുതി അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡസ് നോട്ട് ബിലോങ്സ് ടു എന്നാണ് മീനിങ് വരുന്നത്. ഡസ് നോട്ട് ബിലോങ്സ് ടു. അപ്പൊ ഇനി ഇതിനെ എങ്ങനെ സിമ്പിൾ യൂസ് ചെയ്തിട്ട് എഴുതാൻ നോക്കാം. നമ്മളിപ്പോൾ ബിൽഡർ ഫോമിൽ തന്നെയാണ്, സെന്റൻസിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ സിമ്പിൾ യൂസ് ചെയ്തിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ A is equal to set of all x such that x is equal to n square. x is equal to n square ആണ്. n എന്ന് പറഞ്ഞാൽ എന്താണ്? n belongs to n. അതായത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ n-നെ എന്തായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ n ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ A is equal to set of all x such that x is equal to n square ആണ്. x is equal to n square, അതായത് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് x is equal to n square എന്ന് എഴുതാം. where n element of അല്ലെങ്കിൽ where n belongs to
n, അതായത് സ്മോൾ ലെറ്റർ n ആണ്. ഇതെന്താണ്? ബിലോങ്സ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ക്യാപിറ്റൽ ലെറ്റർ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. സോ n എലമെന്റ് ഓഫ് n അല്ലെങ്കിൽ n ബിലോങ്സ് ടു n എന്ന് പറയാം അല്ലേ? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ a is equal to set of x such that x is the square of natural numbers എന്നതിന്റെ നമ്മൾ സിമ്പിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? a is equal to set of x such that x is equal to n square where n element of n. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനാണ്. ഇവിടെ ബോർഡിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കിതിനെ റോസ്റ്റർ ഫോമിലേക്കാണ് എഴുതേണ്ടത്. ശ്രദ്ധിക്കുക, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18. ഇതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് എഴുതണം. അപ്പോൾ അതെന്താണ് സെന്റൻസ്? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ എന്നാണ് ആദ്യം പറഞ്ഞത്. എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ഇൻറ്റിജർ 1, 2, 3 എക്സെട്ര അല്ലേ? നമുക്കറിയാം പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18. 18ന്റെ ഡിവൈസർ ആയിരിക്കണം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം, അതുപോലെ 18ന്റെ ഡിവൈസർ. അപ്പോൾ ഡിവൈസർ എന്താണെന്ന് ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 45 ഡിവൈഡഡ് ബൈ 9 എടുത്തു. 45 ഡിവൈഡഡ് ബൈ 9 ഇങ്ങനെ എഴുതും. അപ്പോൾ ഇതിന് ആൻസർ എന്താ വരിക? 5 × 9 45. 45 - 45 0 അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ 45നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 ആൻസർ കിട്ടി അല്ലേ? 45നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 ആൻസർ കിട്ടി. ഇതിനെ നമ്മൾ പറയാം കോഷ്യന്റ് എന്നാണ്. കിട്ടിയ ആൻസറിനെ നമ്മൾ കോഷ്യന്റ് എന്ന് പറയും. പിന്നെയോ 9നെ നമ്മൾ ഡിവൈസർ എന്ന് പറയും. 45നെ ഡിവിഡൻഡ് എന്ന് പറയും. ഇവിടെ തന്നിരിക്കുന്ന 0 1 ആയതുകൊണ്ട് അത് റിമൈൻഡർ ബാലൻസ് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത്? ഡിവൈസർ. ഇത് ഡിവിഡൻഡ്, ഇത് കോഷ്യന്റ്. ഇവിടെ തന്നിരിക്കുന്നത് ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നു. ആ നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഡിവൈസർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്? ഡിവൈസർ ഓഫ് 18 എന്നാണ് പറയുന്നത്. 18ന്റെ ഡിവൈസർ ആയിട്ട് വരണം. അതായത് റിമൈൻഡർ ഇല്ലാതെ റിമൈൻഡർ 0 ആയിരിക്കണം. ഡിവൈസർ എന്താ വരേണ്ടത്? 18ന്റെ ഡിവൈസർ ആയിട്ട് വരുന്ന നമ്പേഴ്സ്. അതായത് പോസിറ്റീവ് ഇൻറ്റിജറും 18ന്റെ ഡിവൈസറുമായിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 18ന്റെ ഡിവൈസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ് വരുന്നത്? 1 വരുന്നുണ്ട്. പിന്നെയോ 2. 18 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ 2 വരുന്നു. പിന്നെയോ 3. 18 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 6. റിമൈൻഡർ 0 ആണ് വരുന്നത്. യെസ്, അപ്പോൾ 3 വരുന്നു. പിന്നെ അടുത്ത് 4 ഉണ്ടോ? 4 ഇല്ല. 5 ഇല്ല. പിന്നെയോ 6. അതായത് 3 × 6 18 ആണ്. 6 കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 9 ആൻഡ് 18. അപ്പോൾ ഇത് സെറ്റായിട്ട് എടുക്കുമ്പോൾ എങ്ങനെ വരും? സെറ്റായിട്ട് എടുക്കുന്ന സമയത്ത് സെറ്റ് ഓഫ് 1, 2, 3, 6, 9, 18 കണ്ടില്ലേ? ഇതെന്താണ് നോക്കുന്നത് നിങ്ങൾ? എല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണല്ലോ. അതേപോലെ തന്നെ എന്താണ്? ഡിവൈസർ ഓഫ് 18 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 18ന്റെ ഡിവൈസർ ആയിട്ടല്ലേ ഇത് വരുന്നത്? 1, 2, 3, 6, 9, 18. ഓക്കെ, അപ്പോൾ ഇതിന്റെ റോസ്റ്റർ ഫോം ആണത്. സെറ്റ് ഓഫ് 1, 2, 3, 6, 9, 18. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ തന്നെയാണ്. നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 9 is equal to 0. എക്സ് ഈസ് ആൻ ഇൻറ്റിജർ എന്നാണ് പറഞ്ഞത്. എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. എങ്ങനെയുള്ള ഇൻറ്റിജർ ആണ്? എക്സ് സ്ക്വയർ മൈനസ് 9 is equal to 0 അല്ലേ? അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഇതിന്റെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനുള്ള നമ്പേഴ്സ് കിട്ടുന്നത്. നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് 9 is equal to 0 അല്ലേ? ഇതിൽ എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ് is equal to 0. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? ഇവിടെ എക്ക് പകരം എക്സ് ആണ്, ഇവിടെ ബിക്ക് പകരം 3 ആണ്. അപ്പോൾ എങ്ങനെ വരും? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 is equal to 0. അറിയാവുന്നതായിരിക്കും അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 3 എക്സ് മൈനസ് 3 അപ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3 is equal to 0 or x minus 3
is equal to 0. അപ്പോൾ x plus 3 is equal to 0 എന്ന് പറഞ്ഞാൽ x is equal to എന്തായി -3 വന്നു. പിന്നെ ഇവിടെ എന്താ വരിക x is equal to +3. ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. x² - 9 അതായത് a² - b² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. a² - b² is equal to a plus b into a minus b അല്ലേ? അപ്പോൾ നമുക്ക് x², ഇതിവിടെ x² - 9 is equal to 0 ആണ്. അപ്പോൾ ഇവിടെ x² - 9 എന്ന് പറഞ്ഞാൽ 3² ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റും. 3² is equal to 0. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു ഇക്വേഷൻ x plus 3 into x minus 3 is equal to 0. That is x plus 3 is equal to 0 or x minus 3 is equal to 0. ഓക്കെ, അപ്പോൾ x plus 3 is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ +3 അങ്ങോട്ടേക്ക് ഈക്വൽ ടു അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്തായി മൈനസ് ആയി. അപ്പോൾ 0 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ആണ്. അപ്പോൾ x is equal to -3. ഇവിടെ x minus 3 is equal to 0 ആണ്. ഈ -3 റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈക്വൽ ടു അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ +3 ആയി. ദാറ്റ് ഈസ് x is equal to +3. അപ്പോൾ ഇതിന്റെ സൊല്യൂഷനിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? -3ഉം +3ഉം ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? x is an integer എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഏത് ഇൻറ്റിജറോ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം വരുന്നുണ്ട് ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് എങ്ങനെ എഴുതാം? റോസ്റ്റഡ് ഫോമിൽ സെറ്റ് ഓഫ് ഇൻറ്റിജർ ആൻഡ് x² - 9 is equal to 0 എന്ന് പറഞ്ഞാൽ x² - 9 is equal to 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെ വരിക? +3ഉം -3ഉം. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് -3, 3. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ബിൽഡർ ഫോമിന്റെ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് -3 and 3. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റോസ്റ്റർ ഫോമിൽ എഴുതാൻ തന്നെയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is an integer and x plus 1 is equal to 1. Set of all x such that x is an integer and x plus 1 is equal to 1. x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റിജർ ആണ്. എങ്ങനെയുള്ള x plus 1 is equal to 1 ആയിരിക്കണം. x plus 1 is equal to 1. അപ്പോൾ എങ്ങനെ വരും? x plus 1 is equal to 1. ഓക്കെ, ഇതിന്ന് x നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ x is equal to ഈ 1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 1 -1 ഈ +1 റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ -1. ഓക്കെ, അപ്പോൾ x is equal to എന്താ വരിക? 0. സോ എങ്ങനെയാണ് ഇതിന്റെ റോസ്റ്റർ ഫോം എഴുതുക? സെറ്റ് ഓഫ് 0. ഓക്കെ, അതായത് x is an integer അല്ലേ? 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജറിലാണ് ഉൾപ്പെടുന്നത്. ആൻഡ് x plus 1 is equal to 1. അതിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടി x is equal to 0 ആണ്. സോ സെറ്റ് ഓഫ് 0. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 റോസ്റ്റർ ഫോമിൽ എഴുതാൻ തന്നെയാണ്. Set of all x such that x is a letter in the word principle. Principle എന്ന് പറയുന്ന ലെറ്ററിലെ വേർഡ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് എഴുതേണ്ടത്? ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ നോക്കാം, പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഈ വേർഡ്സിൽ വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഏതൊക്കെ ലെറ്റേഴ്സ്? ആദ്യം വരുന്നത് പി ആണ്, പി. പിന്നെയോ ആർ വരുന്നു, പി ആർ. നെക്സ്റ്റ് ഐ. പിന്നെ ഏതാ വരുന്നത്? എൻ, സി. പിന്നെ ഏതാ വരുന്നത്? ഐ വീണ്ടും വരുന്നു. നേരത്തെ നമ്മൾ പഠിച്ചൊരു റൂളുണ്ട്, സെറ്റിനകത്ത് എലമെന്റ്സ് എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. സോ ഐ ഒരു തവണ നമ്മൾ എഴുതി, അപ്പോൾ എഗെയിൻ നമ്മൾ ഐ എഴുതേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പി ആണ് വരുന്നത്. പി നേരത്തെ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. സോ എഗെയിൻ പി വേണ്ട. പിന്നെ ഏതാ വരുന്നത്? എ. ലാസ്റ്റ് വരുന്നത് എൽ. ഓക്കെ, അപ്പോൾ എങ്ങനെ റോസ്റ്റർ ഫോം? സെറ്റ് ഓഫ് PRINCAN. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യം നമ്മൾ +1 സെറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിച്ചിരിക്കുന്നത്. അതിനകത്ത് സെറ്റ് എന്താണ്, ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ അതെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്, അതിനെങ്ങനെ നെയിം ചെയ്യാം, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന എലമെൻസിൻ്റെ പ്രത്യേകതകൾ. സെറ്റിനെ 2 രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് ടാബുലാർ ഓർ റോസ്റ്റർ ഫോം. സെക്കൻഡ് വൺ ഈസ് സെറ്റ് ബിൽഡർ ഫോം. ഇങ്ങനെ 2 രൂപത്തിൽ എഴുതാൻ പറ്റും അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. റിയൽ നമ്പേഴ്സ്, റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഫ്രാക്ഷന്, പിന്നെ ഇൻഡിജേഴ്സ്, നെഗറ്റീവ് ഇൻഡിജേഴ്സ്, അതേപോലെ തന്നെ ഓൾ നമ്പേഴ്സ്, പിന്നെ പോസിറ്റീവ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു.
ഞാൻ ഫോളോ ചെയ്യുന്നത് NCERTയുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഈ ബുക്കിൽ നിന്നാണ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഏറെയും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ VV Maths എന്ന് പറഞ്ഞ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ബാക്കിയുള്ള എക്സസൈസും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ റെഫർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുവരെ ബൈ.